പുതിയൊരു അൺലിമിറ്റഡ് ട്രിക്ക് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്ത പോക്കറ്റ് ചാർജ് എന്ന ആപ്ലിക്കേഷൻ്റെ ഒരു അൺലിമിറ്റഡ് ട്രിക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ റഫറിനും 16 രൂപ കിട്ടുന്ന ഒരു അൺലിമിറ്റഡ് ട്രിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മറ്റു അൺലിമിറ്റഡ് ട്രിക്കിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു അൺലിമിറ്റഡ് ട്രിക്കിന് കുറച്ച് ഡിഫറൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ട്രിക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ ഫുള്ളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. പിന്നെ ഈ ഒരു അൺലിമിറ്റഡ് ട്രിക്ക് മലയാളത്തിൽ വേറെ യൂട്യൂബേഴ്സൊന്നും അപ്ലോഡ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതുപോലുള്ള ട്രിക്ക് വീഡിയോകളൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നേരത്തെ തന്നെ ലഭിക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഐസ്ലാൻഡ് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അവിടെ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതാണ് ഐസ്ലാൻഡ് പറഞ്ഞ ആപ്ലിക്കേഷന്. അപ്പോൾ ഈ ഐസ്ലാൻഡ് പറഞ്ഞ ആപ്ലിക്കേഷന് എല്ലാ ഡിവൈസിലും സപ്പോർട്ട് ആകത്തില്ല. പ്രത്യേകിച്ച് MI ഡിവൈസിലൊന്നും റെഡ്മി ഡിവൈസിലൊന്നും ഈ ഐസ്ലാൻഡ് പറഞ്ഞ ആപ്ലിക്കേഷന് സപ്പോർട്ട് ആവില്ല. അപ്പോൾ അവർ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോയിട്ട് സെക്കൻഡ് സ്പേസ് പറഞ്ഞൊരു ഒരു സെക്ഷൻ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. സെറ്റിങ്സിൽ പോയി സെർച്ച് ബാറിൽ സെക്കൻഡ് സ്പേസ് പറഞ്ഞ സെക്ഷനിൽ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ സെക്കൻഡ് സ്പേസിലൂടെ പോയിട്ട് നിങ്ങൾക്ക് ഈ അൺലിമിറ്റഡ് ട്രിക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഇതിൽ സൈനപ്പ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. അല്ലെങ്കിൽ അൺലിമിറ്റഡ് ട്രിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ മെയിൽ വെരിഫൈ എന്ന ഓഫറും ഹാഗോ പറഞ്ഞ ഓഫറും ഈ രണ്ട് ഓഫറും നമ്മൾ കംപ്ലീറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കംപ്ലീറ്റ് ആക്കാമെന്ന് അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺലിമിറ്റഡ് ട്രിക്ക് വീഡിയോ കാണിക്കുമ്പോൾ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഓഫർ എന്തിനാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കണമെന്ന് വെച്ചാൽ നമുക്ക് പേയ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ നമ്മൾ അറ്റ്ലീസ്റ്റ് രണ്ട് ഓഫറെങ്കിലും കംപ്ലീറ്റ് ആക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ട്രൈ അറ്റ്ലീസ്റ്റ് രണ്ട് ഓഫർ ടു റിക്വസ്റ്റ് Paytm ട്രാൻസ്ഫർ. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ഓഫറും കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ആ രണ്ട് ഓഫർ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതാണ് ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയ രണ്ട് ഓഫർ. പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത അന്ന് രാത്രി 12 മണിക്ക് ശേഷമായിരിക്കും നമ്മളെ Paytmലേക്ക് ഇവർ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതിന് ശേഷം നമുക്ക് നേരെ അൺലിമിറ്റഡ് ട്രിക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടെന്ന് എനിക്ക് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫാണിത്. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയതാണ്, വേറെ ആർക്കും കിട്ടിയതൊന്നുമല്ല. അപ്പോൾ ഇത് പക്ക പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ആപ്ലിക്കേഷന് പേയ്മെൻറ്റ് കിട്ടില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. കാരണം ഇതിൽ പ്ലേ സ്റ്റോറിൽ 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ അൺലിമിറ്റഡ് ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ റഫർ ആൻഡ് ഏൺ എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും. അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ റഫറിനും 15 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ ഞാനെങ്ങനെയാണ് 16 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ 16 രൂപയ്ക്ക് മുകളിൽ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അൺലിമിറ്റഡ് ട്രിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ജസ്റ്റ് ഒരു രണ്ട് ഓഫർ കംപ്ലീറ്റ് ആക്കിയാൽ നമുക്ക് അവരോട് കംപ്ലീറ്റ് ആക്കുന്നതിന് ഒരു 50% കിട്ടും. അതായത് നമ്മൾ ഓരോ ഓഫർ ചെയ്യുന്നതിന് നമുക്കൊരു 50% നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ശേഷം നമുക്ക് ഇവിടെ ഇൻവൈറ്റ് കോഡ് ഉണ്ടാവും. അതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഐസ്ലാൻഡ് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇനി ഐസ്ലാൻഡ് റെഡ്മി ഫോണുള്ളവരാണെങ്കിൽ സെക്കൻഡ് സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഐസ്ലാൻഡ് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും. അതിനുശേഷം ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ജസ്റ്റ് സെറ്റിംഗ് അപ്പ് വർക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോഡാകും. അപ്പോൾ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് 1 മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ലോഡാകും. അപ്പോൾ ലോഡ് അതിൻ്റെ ശേഷം ഞാനിപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യണേ. ലോഡ് അതിൻ്റെ ശേഷം നമുക്ക് മെയിൻലാൻഡ് ഐസ്ലാൻഡ് എന്ന് ജസ്റ്റ് 2 സെക്ഷൻ വരും. അപ്പോൾ നമ്മൾ മെയിൻലാൻഡിൽ പോയിട്ട് നമ്മളെ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. പോക്കറ്റ് ചാർജ് പറഞ്ഞ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഐസ്ലാൻഡ് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണം. ഓപ്പൺ ആക്കിയതിന് ശേഷം ഈ പോക്കറ്റ് ചാർജ് പറഞ്ഞ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും. അവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. കണ്ടിന്യൂ എന്ന് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് വരും. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ മെയിൻലാൻഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ ആയിരിക്കും ഈ ആപ്ലിക്കേഷനൊക്കെ കാണിക്കുക. അതിനുശേഷം ഇത് ഇൻസ്റ്റാൾ ആവും. അപ്പോൾ നമുക്കിവിടെ താഴത്തായിട്ട് കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ പേഴ്സണൽ വർക്ക് എന്ന്, അപ്പോൾ അതിൽ വർക്ക് എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആകും. അപ്പോൾ ഈ ഐസ്ലാൻഡ് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഫോണിൽ തന്നെ നമുക്ക് 2 ഫോൺ മാതിരി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. ശേഷം നമുക്ക് അഗ്രി എന്നുള്ളടത്ത് ടിക്ക് ഇട്ട് കൊടുക്കുക. ശേഷം അഗ്രി എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു വെബ്സൈറ്റിലോട്ടായിരിക്കും പോവുക. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കുറച്ച് പെർമിഷൻ അലോ ചെയ്യേണ്ടതുണ്ട്. അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ വരും. അതിന് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ശേഷം നോ താങ്ക്സ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വേറെ വെബ്സൈറ്റിലോട്ടായിരിക്കും പോവുക. ശേഷം നമ്മളിവിടെ ഇൻഡ്യൂ മാർക്ക് കൊടുക്കുക. ഇൻഡ്യൂ മാർക്ക് കൊടുത്താൽ നമുക്ക് നേരെ നമ്മളെ സൈനപ്പ് ചെയ്യേണ്ട ഒരു ഇൻ്റർഫേസിലോട്ട് വരും. അപ്പോൾ നമ്മളിവിടെ പുതിയൊരു മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക.
ഓക്കെ. അതിനുശേഷം നമ്മളൊരു ഇമെയിൽ ഐ ഡി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇമെയിൽ ഐ ഡി എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് അക്കൗണ്ട് എന്ന് കൊടുക്കുക. ശേഷം നമ്മളൊരു പുതിയൊരു മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ ഓൾറെഡി വേറെ ഏതെങ്കിലും ഉള്ളൊരു മെയിൽ ഐ ഡിയോ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു മെയിൽ ഐ ഡി ആണ് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് നെയിമൊക്കെ കൊടുത്ത് ശേഷം ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ കോപ്പി ചെയ്ത റെഫർ കോഡ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക. ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഒരു കൺഫേം എന്നുള്ള ബട്ടൺ വരും, അവിടെ നിന്ന് കൺഫേം എന്ന് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു OTP വരും. അപ്പോൾ OTP വരാനായിട്ട് ഒരു 10 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു 10 സെക്കൻഡ് ഇവിടെ ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ എനിക്ക് OTP റിസീവ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഞാനൊന്ന് പേസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ വെരിഫൈഡ് എന്ന് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അതിനുശേഷം നമ്മളോട് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഇത് 3 ചോദിക്കും. ഇവിടെ മെയിലാണോ ഫീമെയിലാണോ ചോദിക്കും. അതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു നെയിം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം ഐ ആം ഷുവർ എന്നൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഡാകും. ലോഡായതിനു ശേഷം നമ്മൾ നേരെ മെയിൻ ഇൻ്റർഫേസിലോട്ട് പോകുന്നതാണ്. ശേഷം ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിലോട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വാലറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് 0 ബാലൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലൊരു ഓഫർ കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് നമുക്ക് മെയിൻ അക്കൗണ്ടിലേക്ക് ഒരു 15 രൂപ ആഡ് ആകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ ഹാഗോ എന്നുള്ള സെക്ഷൻ ഉണ്ടാവും, മുകളിൽ ഹാഗോൻ്റെ ഓഫർ ഉണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ പ്ലേ സ്റ്റോറിലേക്ക് റീഡയറക്റ്റ് ആവും. അവിടെ പോയി നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാഗോ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഓൾറെഡി ഹാഗോ ആപ്ലിക്കേഷൻ ഫോണിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ MB ഡൗൺലോഡ് ചെയ്യാനായിട്ട് കൂടുതൽ MB ഒന്നും ആകത്തില്ല. അപ്പോൾ നേരെ ഓപ്പൺ എന്നുള്ള സെക്ഷൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നേരെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഈ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണേ. അപ്പോൾ ഇവിടെ എൻ്റെ മെയിൽ ഐ ഡി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിയേറ്റ് ചെയ്തൊരു മെയിൽ ഐ ഡി ആണ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മളോട് ഒരു നെയിമും ചോദിക്കും, മെയിലാണോ ഫീമെയിലാണോ ചോദിക്കും. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. അവിടെ അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം മുകളിൽ നമ്മളൊരു പ്രൊഫൈൽ പിക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളൊന്ന് ക്യാമറ വെച്ചൊന്ന് ഒരു പ്രൊഫൈൽ പിക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു ഫോട്ടോ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ പിക്കിൻ്റെ ഓപ്ഷൻ റെഡി ആകും. അതിനുശേഷം ചൂസ് ഒന്ന് കൊടുക്കുക. ശേഷം ഡൺ ഒന്ന് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സേവ് ആകും. ശേഷം ഹാഗോ ആപ്ലിക്കേഷനിലേക്ക് റീഡയറക്റ്റ് ആകും. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഹാഗോ ആപ്ലിക്കേഷൻ 30 സെക്കൻഡ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു 30 സെക്കൻഡ് ഓപ്പൺ ആക്കി വെക്കുക. ശേഷം നമ്മളെ മെയിൻ ആപ്ലിക്കേഷനായ പോക്കറ്റ് ചാർജർ എന്ന ആപ്ലിക്കേഷനിലേക്ക് തന്നെ ബാക്ക് അടിക്കുക. ഓക്കെ. മെയിനല്ല ഐസ്ലാൻഡിലത്തെ പോക്കറ്റ് ആപ്ലിക്കേഷൻ പറഞ്ഞ ആപ്ലിക്കേഷനിൽ പോവുക. അപ്പോൾ നമുക്ക് ഇവിടെ ഓഫർ സ്റ്റാറ്റസ് എന്നുള്ള സെക്ഷനിൽ ഹാഗോ കംപ്ലീറ്റഡ് എന്ന് കാണാനായിട്ട് സാധിക്കും. ശേഷം നമ്മൾ വാലറ്റ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 10 രൂപ വാലറ്റിൽ ഉണ്ടാവും. ശേഷം ഇതിൽ 2 വാലറ്റ് ഉണ്ട്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റഫറൽ വാലറ്റിൽ ഒരു 10 രൂപ ആഡ് ആവും, മൈ വാലറ്റിൽ ഒരു 1.5 ആഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളെ മെയിൻ അക്കൗണ്ടിൽ നമ്മൾ റെഫർ കോഡ് കോപ്പി ചെയ്ത അക്കൗണ്ടിലേക്ക് ഒരു 15 രൂപയും പിന്നെ ഹാഗോ ഓഫർ കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ഒരു 50% കിട്ടും. അപ്പോൾ അതായത് 1.5 രൂപേൻ്റെ 50% 0.75 പൈസ കിട്ടും. പിന്നെ നമ്മൾ ഒന്ന് മെയിൽ വെരിഫൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് വേറെ 1 രൂപയും കൂടി കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്മൾക്ക് 16.75 പൈസ കിട്ടും. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വാലറ്റ് എടുത്തൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഫോണിന് കുറച്ച് ലാഗ് ഉണ്ട്. അപ്പോൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൈ വാലറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിലുള്ള ബാലൻസ് കാണാനായിട്ട് സാധിക്കും. 67 രൂപ ഉണ്ട്. ഓക്കെ. അപ്പോൾ വാലറ്റ് ഹിസ്റ്ററി എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ മെമ്പർ സൈനപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് 15 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ അൺലിമിറ്റഡ് ട്രിക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ ലാസ്റ്റത്താണ് നമ്മളിപ്പോൾ അൺലിമിറ്റഡ് ട്രിക്ക് യൂസ് ചെയ്ത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 11 ജൂൺ. അപ്പോൾ ഞാനിത് 11 ജൂണിനാണ് ഇപ്പോൾ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യണത്. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് ചെയ്തതാണ് ഈ 15. പിന്നെ ഇത് 50 രൂപ വിഡ്രോ ചെയ്തതാണ്. പിന്നെ ഹാഗോ ആപ്ലിക്കേഷന് ഓഫർ കംപ്ലീറ്റ് ആക്കിയപ്പോൾ കിട്ടിയ ക്യാഷാണിത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് കുറേ 15 രൂപയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇമെയിൽ വെരിഫൈ ചെയ്തതിന് അങ്ങനെ കുറേ ക്യാഷ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി ഇതിൻ്റെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിന് 2 വാലറ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ഓഫർ സെൽഫായിട്ട് ഉണ്ടാക്കുന്ന വാലറ്റും ഒന്ന് റെഫർ ചെയ്ത് ഉണ്ടാക്കുന്ന വാലറ്റും. അപ്പോൾ റെഫർ ചെയ്ത് ഉണ്ടാക്കുന്ന വാലറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് ഇവിടെ റെഡീം എന്നുണ്ടാവും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇപ്പോൾ ഓൾറെഡി വിഡ്രോ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം.
വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് 50 രൂപ വേണം. അപ്പോൾ 50 രൂപ ആയാലേ നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ നമ്മൾ പേടിഎമ്മിലേക്ക് എത്ര ടൈം കൊണ്ടാണ് എത്തുകയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് രാവിലെയാണ് വിഡ്രോ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പായിട്ട് നമ്മളെ വാലറ്റിലേക്ക് അത് ക്രെഡിറ്റ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ 1 MB ഡൗൺലോഡ്സ് ഉള്ള ആപ്ലിക്കേഷനാണ്. ശേഷം നമുക്ക് സെക്കൻഡ് വിഡ്രോ എന്ന് വരുന്നത് ശേഷം ഒരു 5 ദിവസത്തിന് ശേഷമാണ് നമുക്ക് രണ്ടാമത് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ അതായത് 5 ദിവസം ഒരു വിഡ്രോ ചെയ്ത് നമുക്ക് 5 ദിവസം കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കഴിയണത്തോളം ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ 50 രൂപ അല്ലാതെ 80 രൂപ 100 രൂപ അങ്ങനെ വിഡ്രോ ചെയ്യാനായിട്ടുള്ള എമൗണ്ട്സും അവൈലബിൾ ആണ്. ഈ ഒരു അൺലിമിറ്റഡ് ട്രിക്ക് വീണ്ടും ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്ലിയർ ഡാറ്റ അടിക്കലല്ല കേട്ടോ. അപ്പോൾ മുകളിൽ നമുക്ക് 3 ഡോട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് എടുക്കുക. ശേഷം നമുക്ക് നടുവത്തെ ബട്ടൺ ഉണ്ടാവും. നടുവിൽ ഈ ഓപ്ഷൻ ഉണ്ടാവും. നടുവിൽ ഡിസ്ട്രോയ് എന്നായിരിക്കും. അപ്പോൾ ഇത് ഓരോ വെർഷൻ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ എൻ്റെ ഫോണിൽ പറഞ്ഞാൽ പഴയ വെർഷനാണ്. അപ്പോൾ പുതുതായിട്ട് ഡൗൺലോഡ് ചെയ്തതാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഡിസ്ട്രോയ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷന് ഇതാവുന്നതാണ്, പഴയതുപോലെ തന്നെ ആവുന്നതാണ്. ശേഷം നമുക്ക് വീണ്ടും നമുക്ക് ഇതുപോലെ അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും പറയണേ, വീഡിയോ ഫുള്ള് കാണാതെ ആരും ഈ ട്രിക്ക് യൂസ് ചെയ്യരുത്. അപ്പോൾ എല്ലാ ട്രിക്സും പോലെയല്ല, കുറച്ച് ഡിഫറൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് അവിടെ ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എത്ര നമ്പറുണ്ടോ അത്ര നമ്പർ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വീട്ടിലത്തെ ഫോൺ നമ്പർ വെച്ചോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫോൺ നമ്പർ വെച്ചോ അങ്ങനെ എത്ര നമ്പർ കിട്ടുമോ അത്രയും പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള അൺലിമിറ്റഡ് ട്രിക്കും കാര്യങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതിനും മികച്ച നല്ലൊരു വീഡിയോ